അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ മറക്കാൻ പറ്റാത്ത 2 അനുഭവങ്ങൾ. അതായത് 1 മാസം ഇടവിട്ടിട്ടാണ് ഇപ്പോൾ ലേബർ റൂമിൻ്റെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളും ഇതും ലേബർ റൂമിന്റെ മുമ്പിലേക്ക് നമ്മളാട്ടെ പറഞ്ഞുതരാം. അതായത് അപ്പൊ ആ ടെൻഷൻ ആ നേഴ്സ് ഇങ്ങോട്ട് വരും, പോയിട്ട് വെള്ളം വാങ്ങിട്ട് പറയാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കുട്ടി വന്നു വെച്ചിട്ടാണ്. അപ്പൊ ഈ വെള്ളം വാങ്ങി കൊടുത്തിട്ട് അന്ന് ഇലക്ഷന്റെ ടൈമാണ്, അത് റിസൾട്ട് നോക്കണം, ഇത് നോക്കണം. അതായത് പിന്നെ കുട്ടിയെ കാണുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം കാര്യങ്ങളും. പക്ഷെ അതിനേക്കാൾ മുമ്പിലാണ്, അതിനേക്കാൾ വിഷമമുള്ള കാര്യമാണ് വെന്റിലേറ്ററിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ. അതായത് 1 മാസം കഴിഞ്ഞപ്പോൾ ഇതേ സിസ്റ്ററിന്റെ വാപ്പയാണ് വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്നത്. ലേബർ റൂം ഞാൻ അനുഭവിച്ചു, വെന്റിലേറ്ററും അനുഭവിച്ചു. ഒരു പുറത്ത് ജീവൻ വരുന്നത് കാത്തിട്ട് നമ്മൾ ഇരിക്കുക, ഒരു പുറത്ത് ജീവൻ പോണത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുക. അത് രണ്ടും ഒരേ 2 മാസത്തിൽ ഭയങ്കര അനുഭവമായിരുന്നു. എന്തായാലും ഉറപ്പായിരുന്നു, വെന്റിലേറ്ററിൽ കിടത്തിയപ്പോൾ തന്നെ ഉറപ്പായിരുന്നു ഏത് നിമിഷമാണ് ഡോക്ടർ വരുന്നത് നമ്മൾ പേടിച്ച് നിൽക്കുക. മറ്റേ ഡോക്ടർ വരെ കാത്തു നിൽക്കുക. ഇത് ഡോക്ടർ വരുമ്പോൾ എന്താ പറയണെന്ന് പറയുന്നത് വരരുതേ എന്ന്. രണ്ടും ലൈഫിലോട്ട് തിരിച്ചു കൊടുന്നു. നല്ലൊരു മനുഷ്യനായി ലൈഫിൽ വന്നപ്പോൾ പിന്നെ നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോസ് കാണുന്ന നമ്മളെ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാനൊരു കൂലിപ്പണിക്കാരനാണ്, എൻ്റെ വാക്കൊന്നും കേൾക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൊന്നും വേണ്ട. എന്നാലും ഞാനൊരു ചെറിയൊരു ഉപദേശം തരാം. ഇപ്പം ഞാൻ അനുഭവിക്കുന്ന വലിയ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഉപ്പനെ നേരായിട്ട് നമുക്ക് നമ്മുടെ ഉപ്പൻ്റെ സ്നേഹം കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നതും. ഇപ്പോൾ നമ്മുടെ ഉപ്പനെ അത്രയും ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു തരാണ്. അതായത് ആ ശീലങ്ങളെയാണ് നമ്മൾ വെറുക്കുന്നത്. അതായത് ഞാനിങ്ങനെ ഡി എഡിഷനിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ഒരിക്കലും ഉപ്പനെ വെറുക്കരുത്, നേരെ മറിച്ച് ആ ഒരു മദ്യം എന്നുള്ള സാധനമാണ് നിന്റെ ഉപ്പനെ നശിപ്പിക്കുന്നത്. അപ്പോൾ നീ നേരാക്കേണ്ടത് ആ മദ്യപാനത്തിനെയാണ്. അപ്പോൾ നിനക്ക് നിന്റെ ഉപ്പനെ തിരിച്ചിട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നമ്മൾ വീഡിയോസ് കാണുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ സപ്പോസ് നമ്മുടെ മാതാപിതാക്കളൊക്കെ ഒരു ഡ്രിങ്കിന് അഡിക്റ്റ് ആണെങ്കിൽ ആളെ നമ്മൾ കുറ്റം പറയാതെ അയാളെ ലൈഫിലോട്ട് തിരിച്ചു വരാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കാനാണെന്ന് ഞാൻ പറയുള്ളൂ. മറ്റേത് നമ്മൾ ആളോട് ദേഷ്യം വെച്ചിട്ടും ആൾ നോക്കാതെ ഇരുന്നിട്ടും ആളെ തെരുവിൽ കടത്തിയിട്ടൊന്നും കാര്യമില്ല. അയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എൻ്റെ വാപ്പ തിരിച്ചെല്ലാ ഇതിലും വന്നതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാർ വീണ്ടും കുടിപ്പിച്ചതാണ്. അതായത് കുടിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ ഇവിടെ നന്നായി അളിയ കുടിയാരനാ, അല്ല തമാശ, അളിയനൊരു കുടിക്കുന്ന ഒരാളാണ്. അപ്പോൾ അളിയൻ കൂടിയൊക്കെ മാറ്റി ഡി എഡിഷനിലൊക്കെ പോയി 3 മാസം അളിയനെ നേരാക്കാൻ വേണ്ടി അളിയൻ്റെ മക്കള് ലക്ഷങ്ങൾ ഡി എഡിഷനിൽ ചിലവാക്കി. അങ്ങനെ ലക്ഷങ്ങൾ ചിലവാക്കി അളിയൻ നല്ല നിസ്കാരം ഊത്തക്കായി പുതിയൊരു ലൈഫിലോട്ട് തിരിച്ചു വന്ന് ഒരു 3 മാസമൊക്കെ ഭാര്യയുടെ അടുത്തും കുട്ടിയുടെ അടുത്തും മക്കളുടെ അടുത്തൊക്കെ സന്തോഷമായിട്ട് ഇരുന്ന് ഒരു ദിവസം അതിലൊരു കുട്ടി മുടി വെട്ടാൻ വേണ്ടിയിട്ട് റോട്ടിൽ പോയിക്കോളി എന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് വിട്ടു. അത് ഞാനായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പൈസ കൊടുത്ത് വിട്ട് പിന്നെ ആള് കുടിച്ചിട്ടാ വന്ന്. അപ്പൊ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇവിടുന്ന് ഒരാള് പറഞ്ഞേക്കാണ് വാപ്പനോട്, ഇജാകെ മാറിപ്പോയല്ലോ, ഇജെന്താ പണ്ടത്തെ മാരിയല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്നോട് ചോദിക്കുമ്പോഴും ഇജൊന്ന് പോയിക്കാ, ഞാനൊന്നും മാറിയിട്ടില്ല എന്ന് അതായത് ഒരു കുറവാക്കണമാരുടെ വർത്താനം പറഞ്ഞ്. ഇനി മദ്യം എന്നുള്ളൊരു സാധനം ഇയാൾ തുടരുതിട്ടോന്നായിരുന്നു. 1 മുതൽ എല്ലാ ആൽക്കഹോളും ശരീരത്തിൽ നിന്ന് എടുത്തതാണ്. സ്വന്തം നാട്ടിലെ ആളുകൾ തന്നെ കൊണ്ടുപോയിട്ട് ഓരോന്ന് പറഞ്ഞ് പിരികയറ്റി മൂപ്പര് വീണ്ടും അതിനേക്കാൾ ഇരട്ടി സ്റ്റേജിലോട്ട് പിന്നെ വന്നു. അപ്പോൾ നൗഫലിനെ തീർച്ചയായിട്ടും പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും തന്നെ സുപരിചിതമായ ഒരു മുഖമാണ് നൗഫലിൻ്റേത്. അദ്ദേഹത്തിൻ്റെ പുതിയ ആഡംബര വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങും മറ്റും നമ്മളും സംപ്രേഷണം ചെയ്തിരുന്നു. തീർച്ചയായിട്ടും വളരെ ഹൃദ്യമായ ഒരു പുതിയ അടിപൊളി വീട് തന്നെയാണ് നൗഫൽ സ്വന്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഫാമിലിയുമായി ഒരു ഇൻ്റർവ്യൂവിന് എത്തിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, തൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത 2 ഇൻസിഡൻ്റാണ് ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയാണ്. ഒന്ന് പറയുന്നത്, പ്രസവ റൂമിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹം അടിച്ച ടെൻഷൻ, കുട്ടി പ്രസവിച്ച് കഴിഞ്ഞോ, തൻ്റെ വൈഫ് പ്രസവിച്ച് കഴിഞ്ഞോ, അതോ വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണോ എന്ന് നോക്കി കാതോർത്ത് നിൽക്കുന്ന ആ ലേബർ റൂമിൻ്റെ മുമ്പിലുള്ള ഒരു അവസ്ഥ അദ്ദേഹം പറയുന്നു. അത് ആകാംക്ഷയുടെ മുൻമുനയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നേഴ്സ് വന്നൊരു വെള്ളം വാങ്ങാൻ വേണ്ടി പോയി പറഞ്ഞാൽ പോലും തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് അൽഹംദുലില്ലാഹ് എൻ്റെ വൈഫ് പ്രസവിച്ചോ എന്നുള്ള ഒരു ആകാംക്ഷ നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നു, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ വാപ്പ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആ അവസ്ഥ. അപ്പോൾ അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്, തൻ്റെ വാപ്പം മരിക്കരുതേ, അങ്ങനത്തെ ഒരു വാർത്തയുമായിട്ടാവരുതേ, ഡോക്ടർമാർ ഇങ്ങോട്ട് വരരുതേ, തന്നോടൊന്നും പറയരുതേ എന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വെന്റിലേറ്ററിൻ്റെ മുമ്പിൽ ആ റൂമിൻ്റെ മുന്നിൽ കാത്തിരിക്കുന്ന ഒരവസ്ഥ. രണ്ടും വളരെ വ്യത്യസ്തമായ ഒരവസ്ഥയാണ്. ഒന്ന്, നമ്മൾ
അൽഹംദുലില്ലാ പെട്ടെന്ന് തന്നെ പ്രസവം നടക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. മറ്റൊരിടത്ത് നമ്മൾ പഠിച്ചവനെ ഡോക്ടർ പറയുന്നത് ഒരു മരണ വാർത്തയാകരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഒന്ന് ജീവൻ വരുന്നു, പുതിയ തുടുപ്പ് വരുന്ന ഒരു വാർത്തയും, ഒന്ന് ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയവും. തീർച്ചയായിട്ടും ഈ രണ്ട് ഇൻസിഡൻറ്റ് തീർച്ചയായിട്ടും തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ വേണ്ടി തനിക്ക് സാധിക്കില്ല എന്ന് നൗഫൽ ഒരു സമൂഹ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ ബാപ്പ ജീവിതത്തിലേക്ക് ഒരു തവണ തിരിച്ചു വന്നതായിരുന്നു, എന്നാൽ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി അദ്ദേഹത്തിൻ്റെ മദ്യപാന ശീലം എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ ജീവിതത്തിനോടൊപ്പം സമയം ചിലവഴിക്കാൻ വേണ്ടി അദ്ദേഹം തിരിച്ചു വന്നതാണ്. അങ്ങനെ ഒരു 3 മാസം തൻ്റെ വൈഫിനോടും കുട്ടികളോടും ഒപ്പം താമസിച്ചതിന് ശേഷം ഒരു മുടി വെട്ടാൻ വേണ്ടി തൻ്റെ കീശയിൽ നിന്ന് 500 രൂപ എടുത്തു കൊടുത്തുകൊണ്ട് പോയി വെട്ടി വരൂ വാപ്പ എന്ന് പറഞ്ഞ് വിട്ട മകനാണ് ഈ നൗഫൽ. അദ്ദേഹം തിരിച്ചു വരുന്നത് തീർച്ചയായിട്ടും വെള്ളമടിച്ച് വളരെ പണ്ടത്തെ അതേ അവസ്ഥയിലായിട്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടുകാർക്കൊരു ശീലം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നന്നാവുന്നത് നാട്ടുകാർക്ക് ഇഷ്ടമില്ല എന്ന് നൗഫൽ പറയുന്നതിന് ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ കൂട്ടത്തിലും ചില ചെറുപ്പക്കാർ തീർച്ചയായിട്ടും എന്തെങ്കിലും അഡിക്ഷൻ സെൻ്ററിലെല്ലാം പോയി അവരുടെ കാര്യങ്ങളെല്ലാം നേരാക്കി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ നാട്ടിലുള്ള ചെക്കന്മാർ തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും അവരെ ഒരു പയ്യെ സ്റ്റേജിലേക്ക് ആക്കുക എന്നൊരു ഉദ്ദേശം അവരുടെ ഉള്ളിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് നമ്മൾ തീർച്ചയായിട്ടും സൂക്ഷിക്കണം. നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ കൂട്ടത്തിലോ നിങ്ങളുടെ ഫാമിലിയിലോ ആരെങ്കിലും ഹസ്ബൻഡാകട്ടെ, മകളാകട്ടെ, ഭാര്യയാകട്ടെ, ഏട്ടനാകട്ടെ, വാപ്പാകട്ടെ, ആരായാലും ശരി ഒരു മദ്യപാന ശീലമോ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് ശീലമോ എന്തെങ്കിലും അവരുടെ കൈവശമുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. അത് നൗഫൽ പറയുന്നത് വളരെ സത്യമാണ്. തീർച്ചയായിട്ടും അവരുടെ അഡിക്ഷനെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. അത് തീർച്ചയായിട്ടും ഒരു ഉപാധി നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. തീർച്ചയായിട്ടും കേരളക്കാരുടെ കള്ളുകുടി എന്ന് പറയുന്നത് അടിച്ച് വീലായിട്ട് നമ്മുടെ നാട്ടിൽ റോഡ് പക്കത്ത് ഫുട്പാത്തിലെല്ലാം കിടന്ന് ഛർദ്ദിച്ച് അവിടെ രാവിലെ വരെ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ എണീച്ച് പോയാൽ മാത്രമേ അവർക്കൊരു സുഖം കിട്ടുകയുള്ളൂ. അതാണ് കേരളത്തിൻ്റെ മദ്യപാനവും നമ്മൾ പുറം രാജ്യങ്ങളിൽ പോയിട്ടുള്ള മദ്യപാനം തമ്മിലുള്ള ഏക വ്യത്യാസം. അവർ ഭക്ഷണത്തിന് ശേഷം 1 പേക്കോ 2 പേക്കോ അടിച്ചു നിർത്തുകയാണെങ്കിൽ കേരളത്തിൽ ഒരാളും ഒരു കല്യാണപ്പള്ളിയിലോ അല്ലെങ്കിൽ ഒരു വീട് കൂടൽ ചടങ്ങിനോ പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് മാക്സിമം അടിച്ച് വലിച്ച് കയറ്റി അദ്ദേഹത്തിൻ്റെ ബോധം കെടുന്നത് വരെ മദ്യപിക്കുക എന്നുള്ള ഒരു ശീലം ഇന്ന് കേരളത്തിൽ സുപരിചിതമായി നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതിനൊരു മാറ്റം എന്ന് വരുന്നോ അന്നേ നമ്മുടെ കേരളക്കരയും നമ്മുടെ സാമൂഹ്യ ബോധവും എല്ലാം ഉണർന്ന് പ്രവർത്തിച്ചെന്ന് നമുക്ക് വേണ്ടി പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കേരളം 100% സാക്ഷരത ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ചെറുപ്പക്കാരെല്ലാം തന്നെ ഒരു 20% ചെറുപ്പക്കാർ അതിൽ കൂടുതലോ ഇന്ന് മയക്കുമരുന്നോ അതുപോലെ തന്നെ മദ്യപാന ശീലത്തിനോ അടിമകളാണ്. തീർച്ചയായിട്ടും അവരെ നമ്മൾ ഒരു ഡി-അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി തീർച്ചയായും ചികിത്സിച്ചതിന് ശേഷം തീർച്ചയായിട്ടും അവർ നല്ലൊരു ശ്രദ്ധ അവരുടെ മികത്ത് വേണം. തീർച്ചയായിട്ടും അവർ വീണ്ടും ഈ സമൂഹത്തിലേക്ക് തന്നെയാണ് ഇറങ്ങാൻ ചാൻസ് ഉള്ളത്. അങ്ങനെ തിരിച്ചു പോയതിനു ശേഷം വീണ്ടും അവർ അത് ഉപയോഗിക്കുകയോ അതിന് തലവെച്ച് കൊടുക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഒരു കാരണവശാലും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അവരെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഒരു സത്യം ഈ നൗഫലിൻ്റെ ജീവിതത്തിൽ നമ്മൾ തീർച്ചയായിട്ടും കണ്ടതാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഒരു കല്ല് പണിക്കാരനായതുകൊണ്ട് എൻ്റെ ഉപദേശം നിങ്ങൾ എടുക്കണമെന്ന് തീർച്ചയില്ല. തീർച്ചയായിട്ടും എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് എന്ന് വളരെ വിഷമത്തോടെ അദ്ദേഹം പറയാനുള്ള കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൽപ്പണിയിൽ നിന്നും അദ്ദേഹം യൂട്യൂബ് ചാനലും എല്ലാം തുടങ്ങിക്കൊണ്ട് ഇന്നൊരു ആഡംബര വീട് അദ്ദേഹം ഇന്ന് സ്വന്തമാക്കി അതിലേക്ക് ഒരു പാലുകാച്ചൽ ചടങ്ങും കഴിഞ്ഞ് കാലെടുത്ത് വെച്ച് കയറുന്ന സമയത്ത് തൻ്റെ വാപ്പ ഒപ്പം അത് അനുഭവിക്കാൻ വേണ്ടി ഇല്ലല്ലോ എന്നുള്ള ഒരു സങ്കടം അദ്ദേഹത്തിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മളും എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും എല്ലാം ഒറ്റക്കെട്ടായി പ്രയത്നിച്ചാൽ നമ്മുടെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് വേണ്ടി സാധിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ 2025 വളരെ നല്ല വർഷമാണ് എന്നും ഈ 2025 അദ്ദേഹത്തിന് 2-3 കാര്യങ്ങൾ പുതുതായി ജീവിതത്തിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടി വന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു, പുതിയൊരു അളിയനെ കിട്ടി, അതുപോലെ തന്നെ പുതിയ വീട് ജീവിതത്തിലേക്ക് വന്നു. അതുകൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ്. തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം നമുക്ക് നിങ്ങളെ സംബന്ധിച്ചൊരു നല്ല വർഷമാണ്, അങ്ങനെ തോന്നുന്നുണ്ടോ? ആണ് 2025 പുതിയ സംഭവങ്ങൾ ലൈഫിൽ വന്ന്, കുട്ടി വന്ന്, വീട് വന്ന്, പിന്നെ പുതിയൊരു കുട്ടി വരുന്നേ, അളിയൻ വന്ന്, അളിയന്റെ ഐശ്വര്യം അങ്ങനെയൊക്കെയാണ്. ഈ വീട് എന്ന് പറഞ്ഞ സ്വപ്നം
പണ്ട് മുതുക്കെ ഉള്ള ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ട് ആഗ്രഹിച്ചൊരു വീട്. ആഗ്രഹിച്ച വീട്, പക്ഷെ ഇത്ര വലിയ വീട് ആഗ്രഹിച്ചിട്ടില്ല. അതിനുള്ള സാമ്പത്തിക കമ്മലത്തിൽ ഇല്ലാത്തോണ്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. പിന്നെ അത് ഇങ്ങനെ സ്വപ്നം എന്നുള്ളത് ലക്ഷ്യമായിട്ട് മാറിപ്പോയതാണ് ഈ വീട്. അല്ലെങ്കിൽ ഈ അച്ചീവ്മെന്റ് ഉണ്ടല്ലോ, അതിനെങ്ങനെയാ കാണണേ? കണ്ടോണ്ട് അമ്മ ഇല്ലാത്തതൊക്കെ നികത്തുന്നുണ്ട് കേട്ടോ, കുറവ് നികത്തുന്നുണ്ട്. ശരിക്കും ഇവിടെ ഉമ്മ ഇപ്പുറത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൗണ്ടർ അടിക്കും. അതെ, അമ്മേനെ മിസ് ചെയ്തു ഈ സമയം. ചിലപ്പോ മൊത്തം ചക്കര നല്ലാണ്ട് ചക്കര തന്നെയാണ്. ആധാറിലോട്ട് പാസ്പോർട്ടിലൊക്കെ ചക്കര നോക്കാൻ പോകാൻ അതേ ഉള്ളൂ. ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഇതിനൊക്കെ ഞാൻ ഇത്ര വെയിറ്റ് നടന്നപ്പോ ഒരു കുട്ടിയാവാൻ പോകുന്നത്. അയ്യോടാ, ഇവള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു 5 വയസ്സ് വരെ ഇവള് തുണിയില്ലാതെ നടന്നിരുന്നു. അതായത് ചെറിയ കുട്ടി, ഇപ്പൊ എന്റെ കുട്ടി നടക്കുമല്ലോ അതേമാതിരി. അല്ല, ആ 5 ഇവൾക്ക് ഡ്രസ് ഇടുന്ന ഇഷ്ടല്ല. അപ്പൊ മൂത്ത പെങ്ങള് എല്ലാവരും മംഗള ആശംസകളും ഭാവിയിലേക്കും നമ്മൾ നേരുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.